ഒരു ഭയം തോന്നും, ഒരു ഭയം ഉണ്ടാവുമല്ലോ. പേടി വരും. പെട്ടെന്ന് തോന്നുന്നത് പേടിയാ, ടെൻഷൻ തോന്നും. ഇതിന് എത്ര ദിവസം എടുക്കും, ആ സർജറിന് എത്ര നമ്മൾ അതിനകത്ത് സുഖം പ്രാപിക്കും? Time will be the major concern. The first concern will be time. ഒരു ദിവസങ്ങൾ ക്രമീകരിക്കുന്നത്, അത് ഏത് ദിവസങ്ങളിലായിരിക്കും അത് ചെയ്യുന്നത്, നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ലീവ് എടുത്ത് നിൽക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഇതായിരിക്കും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം നോക്കുന്നത്. ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ റെഡിയാക്കാനായിട്ടൊക്കെ നമ്മൾ ഓരോന്നും ബ്ലഡ് ബാങ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടക്കണം. ഇല്ല, എനിക്കറിയത്തില്ല അത്. ഇല്ല, കേട്ടിട്ടില്ല. Daycare is one of the innovative and gorgeous plan. It's an excellent plan. പ്രയോജനപ്പെടുത്തും, നല്ല കാര്യമാണ്. നമുക്ക് ബില്ലിങ്ങിലായാലും സമയത്തിലായാലും നല്ല പ്രയോജനം ഉണ്ടാകും. പ്രയോജനപ്പെടുത്തും, തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തും. കാരണം ഈ സേവനം നമുക്ക് ആവശ്യമാണ്. സർ, ഒരുപാട് പേരുടെ കൺസേൺസ് നമ്മളിപ്പോൾ കേട്ടു. ഡേ കെയർ സർജറി കൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഡേ കെയർ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഒരു സർജറി 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒരു രോഗിക്ക് ഹോസ്പിറ്റലിലെത്തി വീട്ടിലേക്ക് പോകാൻ കഴിയുന്ന ഏതൊരു സർജറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഡേ കെയർ സർജറി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ അതായത് 23 മണിക്കൂർ, അതാണ് കറക്റ്റ് കണക്ക്. അപ്പോൾ പക്ഷെ നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ സൗകര്യാർത്ഥം ഇന്ന് നമ്മൾ അതിനെ കുറെ കൂടെ ചുരുക്കി ഒരു ദിവസം രാവിലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെത്തി അവർ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് വൈകിട്ട് അവരുടെ വീട്ടിൽ തന്നെ ചെന്ന് ഉറങ്ങാൻ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സൗകര്യം നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. അതാണ് ആ രീതിയിലേക്ക് നമ്മൾ ഇവോൾവ് ചെയ്തു ഡേ കെയർ സർജറിയിൽ. അപ്പോൾ ഓരോ പ്രൊസീജിയറിൻ്റെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ആ ടൈമിങ്ങിനെ കുറച്ച് കൊണ്ടുവരുവാണ്. ഇപ്പം എല്ലാ പ്രൊസീജിയറും 12 മണിക്കൂർ കഴിയുമ്പം വീട്ടിൽ പോകാൻ പറ്റണമെന്ന് നിർബന്ധം പറയുന്നില്ല. എന്നാൽ 24 മണിക്കൂറും 12 മണിക്കൂറിന് ഇടയിലും ആ വീട്ടിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യും, ഓരോ പ്രൊസീജിയർ ടു പ്രൊസീജിയർ നമ്മൾ വേരി ചെയ്യും. അതിനെയാണ് ഡേ കെയർ സർജറി എന്ന് പറയുന്നത്. സർ, പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ഡേ കെയർ സർജറി കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ എൻവയോൺമെന്റിൽ ഒരു രോഗി എത്തുന്ന സമയത്ത് അവർ അത്രയും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. ഹോസ്പിറ്റലിൽ എത്രയൊക്കെ ഇതാണെന്ന് പറഞ്ഞാലും നമുക്ക് ഏറ്റവും കംഫർട്ടബിളായി നമുക്ക് ഉറങ്ങാനും അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനും പറ്റുന്ന നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളാണ്. അതേസമയം ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് ഒരു ദിവസം തങ്ങുക എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ചികിത്സ എടുക്കാൻ വരുമ്പോൾ തന്നെ ഇപ്പോൾ പേഷ്യൻറ്റിന് ലീവ്, അതായത് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സമയം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാരുടെ ആവശ്യകത കൂടുതലായിരിക്കും. പിന്നെ അതിനുള്ള സൗകര്യങ്ങൾ കുറവായിരിക്കും, അല്ലെങ്കിൽ കൂടെ ഇരിക്കാൻ കൂടുതൽ ദിവസം കൂടെ നിൽക്കാൻ ആളുണ്ടാവില്ല. ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും പലരും അനുഭവിക്കുന്നുണ്ട്. ആ സമയം നമ്മൾ ഈ ഡേ കെയർ സർജറി ആകുമ്പോൾ അന്ന് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് അന്നത്തെ പ്രൊസീജിയർ, അതായത് അവരുടെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് വൈകുന്നേരം അവർ വീട്ടിൽ പോയി തന്നെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കഴിയുന്ന ഒരു സൗകര്യം. ഏറ്റവും ഒരുവിധം ഇപ്പം ഞങ്ങളുടെ ജനറൽ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ അപ്പൻഡിക്സ്, അതുപോലത്തെ കൊളിസിസ്റ്റെക്ടമി, പിത്തസഞ്ചി നീക്കം ചെയ്യുക, അതുപോലെ ഹെർണിയ ഓപ്പറേഷനുകൾ, ഇതെല്ലാം കീഹോളിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേ കെയർ സർജറി ആയിട്ട് ചെയ്ത് അന്ന് തന്നെ ചെയ്ത് വീട്ടിൽ വൈകിട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഏത് ഹെർണിയ ചെയ്താലും അന്ന് തന്നെ വൈകിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മലദ്വാരം സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ട്, പൈൽസ്, ഫിഷർ ഫിസ്റ്റുല തുടങ്ങിയ അസുഖങ്ങളാണെങ്കിലും ഇപ്പോൾ ലേസറിനെ ഒത്തിരി ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സൗകര്യം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അന്ന് രാവിലെ അഡ്മിറ്റായി അന്ന് തന്നെ അവരുടെ ചികിത്സ പൂർത്തിയാക്കി അവർക്ക് അന്ന് തന്നെ വൈകിട്ട് വേണമെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ലേസർ ചികിത്സാ രീതികൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെരിക്കോസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെരിക്കോസിനെ എൻഡോവീനസ് ലേസർ അബ്ലേഷൻ, അല്ലെങ്കിൽ ലേസർ വെച്ചിട്ട് വെയിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി. അതുപോലെ തന്നെ വെനാസീൽ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചികിത്സാ രീതി. ഇതെല്ലാം ഡേ കെയറിൽ, വെനാസീലാണെങ്കിൽ നമുക്ക് ഒരു 6-7 മണിക്കൂറിൽ തന്നെ വീട്ടിൽ പോകാൻ പറ്റും. അതേസമയം ലേസർ ആണെങ്കിൽ ഒരു 8-9 മണിക്കൂറിൽ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും. മലദ്വാരം സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾക്കും അതുപോലെ വെരിക്കോസിനും ഒക്കെ ഡേ കെയർ സർജറി ഒത്തിരി കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്, ചെയ്ത് വീട്ടിൽ പോകുന്ന പേഷ്യൻസും ഉണ്ട്.